ആ ഒരു സമൂഹത്തോടാണ് പരിശുദ്ധ ഖുർആൻ വലിയ വലിയ അത്ഭുതങ്ങൾ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ വരും കാലത്ത് വരാനുള്ള മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെടുന്ന രീതിയിൽ, എന്നാൽ അവർക്ക് അവരവരുടെ കഴിവനുസരിച്ച് മനസ്സിലാക്കാൻ, സാധാരണക്കാർക്ക് അങ്ങനെ, എഞ്ചിനീയർമാർക്ക് അങ്ങനെ. ഇന്ന് ഖുർആനിലെ വലിയ പഠനം നടത്തുന്ന ഒരു ആലിമുണ്ട്, ഷെയ്ഖ് അബ്ദുദ്ദായിം അൽ കഹീൽ. അദ്ദേഹം എഞ്ചിനീയറാണ്, പക്ഷേ ഒരുപാട് പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഖുർആനിന്റെ ഒരുപാട് അത്ഭുതങ്ങൾ, ന്യൂമറിക് വണ്ടേഴ്സ്, ഖുർആനിന്റെ ഒരു പിടി ഹ്യൂമൻ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ, ശുദ്ധ ഖുർആനിലെ പ്രപഞ്ച രഹസ്യങ്ങളെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ, ഇന്ന് നിരന്തര പഠനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വലിയൊരു പണ്ഡിതൻ. അദ്ദേഹം മുഹദ്ദിസാണ്, പക്ഷെ അദ്ദേഹം വലിയ പണ്ഡിതനായി മാറിക്കഴിഞ്ഞു. ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ ഓരോന്നാണ്. അല്ലാഹു തആല ഇതൊക്കെ ഒരേ ആയത്തിൽ, അതന്നെ നമ്മൾ ഇന്ന് ഓതുക, അതാണ് അവർ അന്ന് ഓതിയത്. അവർക്കതിൽ നിന്ന് പലതും മനസ്സിലായി, അവരുടെ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലായി. നമുക്ക് നമ്മുടെ സാഹചര്യത്തിൽ നിന്ന് പലതും മനസ്സിലാക്കാൻ കഴിയും. ഇനി അടുത്ത കാലക്കാർക്ക് ഇതേ ആയത്തിൽ നിന്ന് നമ്മൾ ആർക്കും ഇപ്പോൾ മനസ്സിലായിട്ടില്ലാത്തത് അവർക്കൊന്ന് ബോധ്യപ്പെടും. അപ്പോഴാണ് ഖുർആനിന്റെ ഇഅ്ജാസ്, അല്ലാഹുവിന്റെ വചനം, അല്ലാഹുവിന്റെ കലാം മുഅ്ജിസാണ്, ഇത് മിറക്കിളാണ് എന്ന് ബോധ്യപ്പെടുന്നത് അപ്പോഴാണ്. അപ്പോ അല്ലാഹു തആല ഇവിടെ പഠിപ്പിക്കുന്നത് യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാർ, ഈ രാവും പകലും മാറി മാറി കൊണ്ടുവരുന്നത് അല്ലാഹുവിന്റെ വലിയ അത്ഭുതമാണ്. ഭൂമി ഉരുണ്ടതാണെന്നതിലൂടെ മനസ്സിലാക്കണം. പിന്നെ ഭൂമിക്ക് മീതെയുള്ള ജീവിതം, ജീവജാലങ്ങളുടെ സ്വസ്ഥമായ ജീവിതത്തിന് രാവും പകലും ഇവിടെ ആവശ്യമാണ്. അതിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ രാവും പകലും മാറി മാറി വന്നില്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിലെ വായുമണ്ഡലത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ അപകടകരമാണ്. രാവും പകലും വരുമ്പോഴാണ് അതിന്റെ സന്തുലിതാവസ്ഥ, എക്വിലിബ്രിയം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഭൂമിക്കുള്ളിലെ വെള്ളത്തിന്റെ നിലനിൽപ്പിന്, നമ്മുടെ കാലാവസ്ഥകൾ മാറി മാറി വരുന്നതിന്, ഓസോൺ ലെയർ, അതുപോലെ അയോണോസ്ഫിയറിന്റെ സംവിധാനത്തിനെല്ലാം രാവും പകലും വേണം. പകൽ ഉറങ്ങുന്ന ആളുകൾക്ക് ക്ഷീണം കൂടുതലാണ്. അത് മാത്രമല്ല തവത്തുർ, മനസ്സിന് ടെൻഷൻ കൂടുന്നു. നമ്മളൊക്കെ മുമ്പേ ഉമ്മമാരൊക്കെ എന്ത് പറയും, അസറിന്റെ ശേഷം ഉറങ്ങരുത് മക്കളെ എന്ന് മക്കളൊക്കെ പിടിച്ച് ഉണർത്തും അല്ലെ. അസറിന്റെ ശേഷം മഗ്രിബിന്റെ ആ സമയം ഉറങ്ങരുത്, അല്ലെങ്കിൽ പകൽ ഉറങ്ങുന്നത് അങ്ങേയറ്റം നിരുത്സാഹപ്പെടുത്താറുണ്ടായിരുന്നു അല്ലെ. ഇന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട വിഷയമാണ്. പകൽ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒന്ന്, ശരീരത്തിന്റെ ഭാരം കൂടും, വസ്ന് വർദ്ധിക്കും, നമ്മുടെ ശരീരത്തിന്റെ ഭാരം കൂടും, ക്രമാതീതമായി വർദ്ധിക്കും. ചൊറിച്ചു കഴിഞ്ഞാലൊക്കെ ഒന്ന് ഉറങ്ങണം എന്നൊക്കെ തോന്നും, ഒന്ന് എഴുന്നേറ്റങ്ങ് നടക്കുക, ഉറങ്ങാതിരിക്കാൻ ശ്രമിക്കുക പകലിൽ. പക്ഷെ രാത്രി ഖിയാമുൽ ലൈലൊക്കെ ഉള്ള ആളുകൾ, രാത്രി ജോലി ചെയ്യുന്ന ആളുകളാണ്, അവരെ പറ്റിയല്ല ഈ പറയുന്നത്. സാധാരണഗതിയിൽ ഉറങ്ങിയാൽ ഒന്ന് ശരീരഭാരം വർദ്ധിക്കും, പിന്നെ മനുഷ്യന്റെ ബ്ലഡ് പ്രഷർ വർദ്ധിക്കും. അതുമാത്രമല്ല തവത്തുർ, ഡിപ്രഷൻ എന്ന് പറഞ്ഞ് ഒരു മനസ്സിന് സുഖമില്ലാതിരിക്കുക, ഇതിനപ്പം ഡിപ്രഷൻ എന്ന് പറയാ അല്ലെ. ഒരു തരത്തിൽ എന്തോ ഒരു സുഖമില്ലായ്മയുണ്ട്, ഇത് മനുഷ്യന് ഫീൽ ചെയ്യും പകൽ ഉറങ്ങുന്ന ആളുകൾക്ക്. ഇതിന് കാരണം പറയുന്നത്, ഭൂമിക്ക് അല്ലാഹു തആല ചില അന്തരീക്ഷ മണ്ഡലങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൽ അയോണോസ്ഫിയർ ആണ് സത്യത്തിൽ അപകടകാരികളായ രശ്മികളെ, അപകടകാരികളായ മറ്റു സാധനങ്ങളെ നമ്മുടെ ഭൂമിയിലേക്ക് കടത്തിവിടാതെ തടുത്തു നിർത്തുന്ന ഒരു ഭാഗം. ഓസോൺ ലെയർ വേറെയുണ്ട്, അയോണോസ്ഫിയർ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു മണ്ഡലമാണ്. പക്ഷെ അയോണോസ്ഫിയർ ഏറ്റവും കൂടുതൽ അസ്വസ്ഥജനകമായ സാധനങ്ങളെ തടുത്തു നിർത്തുന്നത് രാത്രിയിലാണ്. പകലിൽ അതിന് ലിമിറ്റഡ് ഒരു പവർ അതിനുണ്ടാവുകയുള്ളൂ. പകലിൽ അതിന്റെ ശക്തി കുറവാണ്. രാത്രിയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ആശ്വാസം തരാൻ കഴിയുള്ളൂ അയോണോസ്ഫിയറിന്. അപ്പൊ പകലിൽ ഉറങ്ങുമ്പോ, പകലിൽ മുഴുസമയവും ഈ തരത്തിലുള്ള അസ്വസ്ഥതകൾ വരാനുള്ള ഒരു കാരണം അയോണോസ്ഫിയറിന്റെ ഈ മന്ദഗതിയിലുള്ള പ്രവർത്തനമാണ് എന്ന് ശാസ്ത്രകാരന്മാർ കണ്ടെത്തിയിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഹദീസുകളിലും നമ്മുടെ ഉലമാ പറഞ്ഞതൊന്നും കേട്ടാൽ ജീവിച്ചാൽ ആശ്വാസത്തിൽ ജീവിക്കാം. മുഅ്മിനീങ്ങൾ, നമ്മൾ വലിയ ഭാഗ്യവാന്മാരല്ലേ. ഇസ്ലാം വലിയ ഭാഗ്യമാണെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒറ്റടിക്കല്ലേ വില മനസ്സിലാവില്ല. നമ്മൾ മുസ്ലിങ്ങളായത് വലിയ അത്ഭുതമല്ലേ, എന്ത് അത്ഭുതം എന്നൊക്കെ തോന്നിപ്പോവും ചിലപ്പോ വിവരമില്ലാത്ത ആളുകൾക്ക്. അള്ളാഹുവിന്റെ ഈ മൻഹജിൽ, അള്ളാഹുവിന്റെ ഈ സിറാത്തുൽ മുസ്തഖീമിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്തത് വലിയ അനുഗ്രഹമല്ലേ, ദുനിയാവിനും ആഖിറത്തിനും. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന, ദുനിയാവിലും നന്മയാണ്, ആഖിറത്തിലും നന്മയാണ്. വഖിനാ അദാബന്നാർ, നാളെ അല്ലാഹുവിന്റെ നരകത്തിൽ നിന്നുള്ള മോചനവും. ഇതെല്ലാം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. രാവും പകലും ഉണ്ടെങ്കിലേ നമ്മുടെ മണ്ണിൽ ഫലഭൂഷ്ഠത ഉണ്ടാവുകയുള്ളൂ. രാവും പകലും ഉണ്ടെങ്കിലേ സമ്മറും അതുപോലെ വിന്ററും ഉണ്ടാകും. പഴങ്ങൾ പഴുക്കണമെങ്കിൽ സമ്മർ വേണം അല്ലേ.
കാലാവസ്ഥകളുടെ വ്യതിയാനങ്ങൾ വരണം. മഴ കിട്ടണമെങ്കിൽ കാലാവസ്ഥ മാറണം. കാലാവസ്ഥ മാറണമെങ്കിൽ ഭൂമി തിരിയണം. ഭൂമി തിരിഞ്ഞാലേ രാവും പകലും വരും. സുബ്ഹാനല്ലാഹ്. എത്രത്തോളം എന്നാൽ വെള്ളം സൂക്ഷിച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾക്ക് പോലും ആ വെള്ളത്തെ സൂക്ഷിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി രാവും പകലും മാറി മാറി വരുന്ന ടെമ്പറേച്ചറിന്റെ വ്യത്യാസത്തിലാണ് നിലനിൽക്കുന്നതെന്നാണ്. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ ഇതിനുള്ളിൽ കിടക്കുന്ന വെള്ളം വറ്റിപ്പോയേനെ, അതല്ലെങ്കിൽ അതിലേക്ക് വെള്ളത്തെ അട്രാക്ട് ചെയ്യാൻ പാറകൾക്ക് സാധിക്കാതെ പോയേനെ. ഇങ്ങനെ ഒരുപടി അത്ഭുതങ്ങൾ രാത്രിയിലും പകലിലും അല്ലാഹു തആല നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹു തആല വളരെ വലിയ അത്ഭുതമാക്കി പറഞ്ഞിരിക്കുകയാണ്, രാവും പകലും വമിൻ ആയാതിഹി വമിൻ ആയാതി യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാർ, രാവിനെയും പകലിനെയും മാറ്റി മറിച്ചു കൊണ്ടുവരുന്നവൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. സൂര്യൻ എങ്ങനെ നിൽക്കുന്നു? സൂര്യൻ അഭിമുഖമായി ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ കറക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നാണോ ഭൂമിയെ ആ രീതിയിൽ അല്ലാഹു തആല സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, അവിടെ മുതൽ ഇന്നേ വരെ വളരെ ഭംഗിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിൽ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. സെക്കൻഡിൽ 30 കിലോമീറ്റർ. 10 സെക്കൻഡ് ആണെങ്കിൽ 300 കിലോമീറ്റർ വേഗതയിലാണ് ഭൂമി ഓടിക്കൊണ്ടിരിക്കുന്നത് സൂര്യന് ചുറ്റും. 10 സെക്കൻഡിൽ 300 കിലോമീറ്റർ. ഭൂമിയുടെ മുകളിൽ നമുക്ക് ഒരു സ്പോർട്സ് കാറിനും ഇങ്ങനെ ഓടാൻ കഴിയില്ല. 10 സെക്കൻഡ് 300 കിലോമീറ്റർ. സ്പേസ് വാഹനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, പക്ഷെ അതിനു പോലും ഇത്ര വേഗതയില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നമ്മളെ കൊണ്ട് ഭൂമി കറങ്ങുകയാണ്. വായുവിൽ നിൽക്കുന്ന ഭൂമി എന്ന് സങ്കല്പിക്കണം. സൂര്യൻ അവിടെയുണ്ട്, ഭൂമി സൂര്യന്റെ ചുറ്റും. ഈ പോകുന്ന സ്പീഡ്, ഇത്രയും വലിയ സ്പീഡിൽ ഭൂമി എത്ര മണിക്കൂറുകൾ ദിവസങ്ങളാണ് ഈ ഓടിക്കൊണ്ടിരിക്കുന്നത്. സെക്കൻഡിൽ 30 കിലോമീറ്റർ. ഒരു സെക്കൻഡ് ആകുമ്പോഴേക്കും നമ്മൾ 30 കിലോമീറ്റർ ദൂരെ എത്തിക്കഴിഞ്ഞു. വായുമണ്ഡലത്തിൽ, അന്തരീക്ഷത്തിൽ. നമ്മൾ അറിയുന്നുണ്ടോ? അങ്ങനെ ഒരു സാധനത്തെ നമുക്കും കറക്കാൻ പറ്റിയാൽ ആ കറക്കത്തോടുകൂടെ ഈ ഭൂമിയിൽ എപ്പോഴും കൊടുങ്കാറ്റല്ലേ അനുഭവപ്പെടുക. ആ കറക്കമങ്ങാനം അല്ലാഹു നമുക്ക് അനുഭവിപ്പിക്കുകയാണെങ്കിൽ സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിൽ നമ്മൾ ഭൂമിയോടൊപ്പം കറങ്ങിക്കൊണ്ട് നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല. അതറിഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിന് ചലനം വരും. ഭൂമിയെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഓട്ടത്തിൽ മുഴു സമയവും കൊടുങ്കാറ്റാവൂലേ അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിൽ? ഭൂമിയിൽ എപ്പോഴും കൊടുങ്കാറ്റാവൂലേ? അത്ര സ്പീഡിലാണ് കറങ്ങിക്കൊണ്ട്. പക്ഷേ അന്തരീക്ഷം ശാന്തമാണ്. ഇതിനു വേണ്ടി എത്രയാണ് അല്ലാഹു തആല ഭൂമിയിൽ അന്തരീക്ഷ മണ്ഡലങ്ങൾ അല്ലാഹു നിർമ്മിച്ച എത്രയാണ്? അയോണോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, എത്രയെല്ലാം മണ്ഡലങ്ങൾ അല്ലാഹു തആല. ഇത് നമ്മളത് ഉള്ളിൽ കിടക്കുന്ന പോലെ അറിയാതെ ഒരു കവറിന്റെ ഉള്ളിൽ നമ്മളെ കൊണ്ടുപോകുന്ന പോലെ നമ്മൾ അറിയുന്നില്ല. സുബ്ഹാനല്ലാഹ്. വതറൽ ജിബാല തഹ്സബുഹാ ജാമിദ വഹിയ തമുറു മർറ സഹാബ് സുൻഅല്ലാഹി അല്ലദീ അത്ഖന കുല്ല ഷൈഇൻ. സുബ്ഹാനല്ലാഹ്. എല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മർറ സഹാബ്, നിങ്ങൾ അറിയുന്നില്ല. അല്ലാഹു തആല അങ്ങനെ തന്നെ പറഞ്ഞു, അല്ലേ? വതറൽ ജിബാല ജാമിദ തഹ്സബുഹാ ജാമിദ. ഈ പർവ്വതങ്ങളൊക്കെ കാണുമ്പോ നമുക്ക് തോന്നുന്നുണ്ട് ഇതൊന്നും അനങ്ങണില്ല. വഹിയ തമുറു മർറ സഹാബ്, മേഘങ്ങൾ ആകാശത്ത് പറക്കുന്ന പോലെ ഭൂമി പറക്കുന്നുണ്ട്, ഭൂമി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മർറ സഹാബ്, മേഘം ഒറ്റയ്ക്ക് പോവല്ല, മേഘത്തെ കാറ്റ് തള്ളിക്കൊണ്ടുപോകണം എന്നതുപോലെ ഭൂമിയെ മറ്റൊരു ഫോഴ്സ് അതിനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല ലത്തീഫാൻ, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ വളരെ കാരുണ്യത്തോടുകൂടെ പടച്ചവനാണെന്നതിന്റെ ഒരു അത്ഭുതമാണ് ഈ ഭൂമിയുടെ കറക്കം. കറക്കത്തിൽ പോലും കാരുണ്യം. അല്ലെങ്കിൽ ഈ കറക്കം നമ്മൾ അനുഭവിച്ചാൽ ഈ മനുഷ്യന് പുറത്തിറങ്ങാൻ പറ്റുമോ? ഓടിപ്പാറിപ്പോകില്ലേ മനുഷ്യൻ? ഭൂമിയുടെ അന്തരീക്ഷത്തിന് മുഴുവനും അനക്കങ്ങളാവില്ലേ? പക്ഷെ അനങ്ങുന്നില്ല. ഇതാണെങ്കിലോ ശാസ്ത്രം തെളിയിച്ച വലിയൊരു അത്ഭുതവും. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ അല്ലാഹു തആല അവന്റെ പ്രപഞ്ചത്തെ, ഭൂമിയെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്.